ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ മുന്നിൽ കാണിച്ചു തന്ന് ജീവനോടെ ഒരു കൈയും കാലും തളർന്ന് അറിയാണ്ട് മൂത്രം പോയിക്കൊണ്ടിരുന്ന എൻ്റെ മോനെ അമ്മ സുഖപ്പെടുത്തി തന്ന അത്ഭുത സാക്ഷ്യം. ആരേൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സുനന്ദ. ഞാൻ പാറക്കടവ് പഞ്ചായത്തിൽ പൂവത്തുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഇത് എറണാകുളം ജില്ല പാറക്കടവ് പഞ്ചായത്ത്. ഇത് എൻ്റെ ആങ്ങള സുനിൽ മാള KSRTയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണ്. ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 2 എൻ്റെ ആങ്ങളയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ വന്ന് അവന് വേണ്ടി ഉടമ്പടി എടുത്ത്. പക്ഷേ ഉടമ്പടി എടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ആക്സിഡൻറ്റിൽ പെടുകയാണ്. ബൈക്ക് പോസ്റ്റും ഇടിച്ച് തല ഗുരുതരമായി പരിക്കേറ്റ് 10-14 ദിവസം അനക്കല്ലാണ്ട് 4 ദിവസം ഒട്ടും ഓർമ്മയുണ്ടായില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഓർമ്മയില്ല. ഡോക്ടർ പറഞ്ഞ് കോമ സ്റ്റേജിലായിപ്പോവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ കിടക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ അറിയാണ്ട് യൂറിൻ പോണ് ഓർമ്മയില്ല. എൻ്റെ മോൻ അനങ്ങണ് പോലുമില്ല. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ഓടി ഇവിടെ വന്ന്, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ മോൻ ഒന്നും വരുത്തരുത്, എനിക്ക് തരാൻ എൻ്റെ പ്രാണനുള്ളൂ മാതാവേ, എൻ്റെ മോനൊന്നും വരില്ലേന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ വന്നേ. പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞ്, അച്ഛനിവിടെ പ്രസംഗത്തിൽ പറയണ്ടായിരുന്നു, എന്നേലും വലുത് മാതാവാണ്, അമ്മേനോട് കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാൻ. ഞാൻ വേഗം അമ്മേനോട് കാര്യം പറഞ്ഞു, എൻ്റെ മോനെ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയി. അപ്പോൾ 2-3 ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞ്, ആങ്ങളെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഉടമ്പടി എടുത്തേക്കണതാ, എൻ്റെ മാതാവ് എൻ്റെ മോനെ ഒന്നും വരുത്തില്ല, അവനെ ജീവനോടെ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്. ഞാൻ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ മോനെ തരുമെന്ന്. ഞാൻ എന്നിട്ട് ചെന്ന് എലൈറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണം. ആളുടെ ഒരു സൈഡ് തളർന്നു പോയി, കൈ കാലും തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട്. ഡോക്ടർ പറഞ്ഞു എന്തോ സംഭവിക്കുക, ആൾ മരിക്കും. അപ്പം ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, തലച്ചോറ് മുഴുക്കനും ബ്ലീഡിങ് ആണ്. ചേച്ചി ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതമാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ അമ്മനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മോനെ എനിക്ക് ജീവനോടെ തരണം. ഞാൻ പറഞ്ഞല്ല KSRTയിൽ ഡ്രൈവറാണ്. മാളയിൽ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ ഇഷ്ടംപോലെ ജനങ്ങളെ ഈ കൃപാസനാൾത്താരുടെ മുന്നിൽ, ഈ മാതാവിൻ്റെ മുന്നിൽ ഇറക്കി വിടണത് എൻ്റെ മോൻ. അപ്പം പണ്ടൊന്നും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയും, ഓട്ടോറിക്ഷക്കാർ ചീത്ത പറയുമെന്ന് പറഞ്ഞാലും വയസ്സായിട്ടങ്ങളൊക്കെ അല്ലേ, ഞാൻ അവിടെ ഒരു കപ്പോളുണ്ട്, അവിടെ ഇറക്കി വിടുമെന്ന്, സ്റ്റോപ്പില്ലെങ്കിൽ പോലും. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നതല്ലേ മാതാവേ, ഇനി എൻ്റെ മോനെ കിടത്തല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് അവൻ എത്ര വേദനയാണെങ്കിലും പറയും, ആ ഉടമ്പടി തൈലത്തിന് കൈ നീട്ടും, കാശ് രൂപം നെറ്റിത്ത് വയ്ക്കുമ്പോൾ അവൻ ശാന്തനാവും, അവൻ്റെ വേദന കുറയും. അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർക്ക് തന്നെ അതിശയം, ഇതെന്താ പറ്റിയ, കൈ പൊക്കാൻ പറയണ്, കൈ പൊക്കണ്, കാല് പൊക്കണ്. ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി, അപ്പം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു ഇനി എന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഇത്രയും വലിയ സർജറി കഴിഞ്ഞതാ, അപ്പം ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞ് ഓഫീസിൽ തന്നെ ഒരു ജോലി, അതായത് വണ്ടി ഓടിക്കാണ്ട് ഇത്രയും ആൾക്കാരെയും കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ, അപ്പോൾ ഓഫീസിൽ ഇരുന്നിട്ടുള്ളൊരു ജോലിക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടമായി, ദൈവമേ എൻ്റെ മോൻ വണ്ടി ഓടിച്ച് എനിക്ക് കാണണമല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരികെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എന്നെ വിളിക്കണം എൻ്റെ മോൻ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവേ ജോലിക്ക് പോകാൻ ഭയങ്കര ടെൻഷൻ. 2-3 മാസത്തിന് ശേഷം എൻ്റെ മോൻ ജോലിക്ക് പോവുക, എത്രയും വലിയ ഓപ്പറേഷനും കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ആശാവർക്കറാണല്ല, ഞാൻ മീറ്റിങ്ങിന് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ്സിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച് എൻ്റെ മോൻ വരുന്നു, എൻ്റെ അടുത്ത് നിന്ന് ഓണടിച്ച് എൻ്റെ മോൻ ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ മുന്നിൽ കാണിച്ചു തന്ന് ജീവനോടെ ഒരു കൈയും കാലും തളർന്ന് അറിയാണ്ട് മൂത്രം പോയിക്കൊണ്ടിരുന്ന എൻ്റെ മോനെ അമ്മ സുഖപ്പെടുത്തി തന്ന അത്ഭുത സാക്ഷ്യം.
ഞാനതിന് എത്ര കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മോനിപ്പോൾ അങ്കമാലിയിൽ KSRTയിൽ അങ്കമാലിയിൽ വണ്ടി ഓടിക്കണ്. ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം. മാതാവിന് കോടാനുകോടി നന്ദി, മാതാവിന് കോടാന് ഈശോയ്ക്കും തിരുക്കുമാരന് നന്ദി. പിന്നെ എനിക്ക് 3-4 വർഷമായിട്ട് പിത്താശയത്തിൽ കല്ലുണ്ടായിരുന്നു. അപ്പം എനിക്കത് വരുമ്പോൾ ഭയങ്കര ഛർദിയാണ്. ആൾക്കാരൊക്കെ പേടിക്കും എൻ്റെ ഛർദിയുടെ ഒച്ചേക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ ഒന്ന് പയ്യനെ ഒന്ന് ഛർദിക്കുകയാണെങ്കിൽ ആൾക്കാർ കേൾക്കില്ലല്ല, ഇത് എന്തൊരു ഒച്ച എന്ന്. എനിക്ക് തന്നെ പറ്റില്ല ഛർദി, ഞാൻ മുറ്റത്തൊക്കെ കെടുക്കും. ഇപ്പം ഈ ഉടമ്പടി എടുത്ത പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഛർദി അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ ആ വയറുവേദന ഛർദിയോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും. എനിക്കതിനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നുമില്ല. എനിക്കൊരു ക്രിസ്ത്യാനികളുടേതായ യാതൊരു പ്രാർത്ഥനകളൊന്നും പകുതി പോലും അറിയില്ല. എന്നാലും ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, എനിക്ക് എന്നോട് പറയണവരെ. പക്ഷെ അവർക്കൊക്കെ അനുഭവങ്ങളും അടയാളങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി അവരെ കൂട്ടി വന്ന് നല്ല സാക്ഷ്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ആശാ വർക്കർ ആയതുകൊണ്ട് പാലിയേറ്റീവും പേപ്പറും എത്താവുന്നിടത്തൊക്കെ ഞാൻ എത്തിക്കും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും വളരെ സന്തോഷത്തോടെ. എന്താ പറയുക, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ മരണം വരെ എൻ്റെ മാതാവിൻ്റെ മോളായിട്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും എനിക്കിപ്പോൾ വരാറില്ല എൻ്റെ മനസ്സിൽ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വന്നാലും എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. മാതാവും ഈശോ മതിയില്ല, അത് മതി എന്നാണ് ഞാൻ വിചാരിക്കാറ്. ഇത്രയും കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം